നമ്മൾ തിരുപ്പതിയിലൊക്കെ വന്നപ്പോഴത്തേനും ഒരുപാട് പേര് തിരുപ്പതി കാണാൻ വേണ്ടി പദയാത്ര പോകുന്ന കണ്ടായിരുന്നു. അപ്പോഴത്തെ തുങ്കൂരുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളാണ്. നമ്മളെ കണ്ടപ്പോഴത്തേനും അവരിവിടെ കൂടിയതാണ്. പിള്ളേരാണ് കേട്ടോ, മുഴുവൻ കുട്ടികളാണ്. ഹലോ. അപ്പോൾ ഇവർ മുഴുവൻ തുങ്കൂർക്ക് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആൾക്കാരാണ്. കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. നടന്നു പോകുന്ന ആളുകളാണ്. നമ്മൾ കാണാറുണ്ട് നമ്മുടെ ശബരിമല കാണാൻ വേണ്ടി. ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി ഒരുപാട് പേര് കർണാടകത്തിൽ നിന്നൊക്കെ ഇതുപോലെ പദയാത്രയായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഈ എക്സ്പീരിയൻസ് ആണ്. ഇവർ നമ്മുടെ നാട്ടിലേക്കും പദയാത്രയായിട്ട് ഇവിടുന്ന് 400, 500, 700 കിലോമീറ്റർ നടന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഇവരൊക്കെ അങ്ങനെ പോകുന്നവരാണ്. നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ തിരുപ്പതിയിലൊക്കെ കണ്ടിരുന്നു ഒരുപാട് പേര് പദയാത്രയായിട്ട് തിരുപ്പതിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവർ തുങ്കൂർക്ക് പോകുന്നതാണ്. അപ്പോൾ ശരി, ഇവരെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ സന്തോഷം പങ്കുവെച്ച് യാത്രയുടെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗോവയിലോട്ടുള്ള യാത്രയിലാണ്. തടിപിടി എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മൾ വന്നത്. അവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പതിയെ ഇങ്ങ് വരുമ്പോഴാണ് ഇവിടെ കുറച്ച് പേരെ കണ്ടത്. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സൈക്കിളിന് ഇച്ച പണിയുണ്ട്, നോക്കാം നാളെ ചെയ്യാവുമെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു വേ ബ്രിഡ്ജ്, അതൊരു സ്കൂള്, പിന്നെ മലയുടെ മുകളിൽ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് ചോദിച്ചു. आपका नाम क्या है जी? शिवराज. आपका? हनुमंता. നിങ്കണ്ണ. ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി ഉണ്ട് ഇവിടെ. आपका പേര്? ദേവ്. കർണാടക. തടിപിടി. आपका नाम? ഗുരു. അപ്പോൾ ഇവരുടെ വർക്ക്ഷോപ്പാണ്. അതുകൂടാതെ ഇവിടെ വേ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ വേ ബ്രിഡ്ജിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ യാത്ര നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ആട്ടിൻകൂട്ടം പോകുന്നുണ്ടോ? എന്താ രസം എന്ന് ചോദിക്കുക. ഗ്രാമങ്ങളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണിത്. ഹായ്. ഇതുണ്ടോ ആട്ടിൻകൂട്ടം പോകുന്നതിൻ്റെ ഒരു കാഴ്ച കണ്ടോ? ഇവർ വഴി ബ്ലോക്കാക്കി നമ്മളെ തരും കേട്ടോ. ഇതുണ്ടോ, അടിപൊളിയല്ലേ. ചെറിയൊരു ആട്ടിൻകൂട്ടം. ഹായ്. ചെറിയൊരു ആട്ടിൻകൂട്ടമാണ്. എല്ലാവരും പുല്ലൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ആശാനുണ്ട്. ആശാനെ കണ്ടില്ലല്ലോ. ആശാൻ പുറകിലാണ് കേട്ടോ. ആശാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവൻ്റെ കൊമ്പ് ഭയങ്കര കൊമ്പാണ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുപോലെ പശുക്കളും പോകുന്നത് കാണാം. ഇതൊക്കെ ഇവരുടെയൊക്കെ കാലുകളൊക്കെ മടുത്ത് കേട്ടോ, നടന്ന് മടുത്ത്. തീറ്റയുണ്ട്, തീറ്റ നിന്ന് മടുത്തിട്ട് പോകുന്ന പോക്കാണ്. അപ്പോൾ ഇവരൊക്കെ കൂടുതൽ തിന്നവരായിരിക്കും പുറകിൽ പോകുന്നവർ. വേണ്ട, നല്ല രസമുള്ള കാഴ്ച. ഇവിടെ മുഴുവൻ കോട്ടൺ കൃഷിയാണ് കേട്ടോ. അതുകൂടെ പറഞ്ഞില്ലെന്ന് വേണ്ട. നമ്മൾ തങ്ങിയിരിക്കുന്ന സ്ഥലത്തെ ഒരു കാഴ്ച കണ്ടോ? മുകളിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഒരു വലിയൊരു പാറ, ഒരു മലയാണ്. അതിൻ്റെ മുകളിലേക്ക് നാളെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് സ്കൂളാണ്. സ്കൂളിൻ്റെ മുകളിലാണ് ആ കൊടി പാറിക്കളയ്ക്കുന്ന ആ ഒരു മല. രാത്രിയായി കേട്ടോ, 6:30 നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കാണുന്നതിനിടയിൽ തന്നെ പദയാത്രക്കാർ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആളുകൾ പശുവിനെയൊക്കെ ആയിട്ട് പാടത്തുനിന്ന് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഈ സൈഡിൽ മുഴുവൻ കോട്ടൺ കൃഷിയാണ്. ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്ന ഈ കെട്ടിടത്തിനുള്ളിലാണ്. ഇത് കണ്ടോ, കോട്ടൺ കൃഷിയാണ്. അതൊരു ഗോഡൗണാണ്. ഇവിടുത്തെ കൃഷി സാധനങ്ങൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. കർണാടകയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ആന്ധ്രയിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഗോഡൗണാണത്. അതിൻ്റെ അകത്താണ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. അരിയോ നെല്ലോ ഗോതമ്പോ
തക്കാളിയോ എന്താണേലും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ വേ ബ്രിഡ്ജും. വേ ബ്രിഡ്ജിൽ കയറി അളന്നിട്ട് അവർ വെളിയിലോട്ട് പോകുന്നു. വലിയ കോട്ടൻ്റെ വലിയ പ്രദേശമാണിത് കേട്ടോ. കൃഷിക്ക് അനുയോജ്യമായൊരു പ്രദേശമാണ്. ഈ അങ്ങേ സൈഡിലെല്ലാം അതെ കോട്ടൺ കൃഷി തന്നെയാണ്. അങ്ങേ സൈഡ് മുഴുവൻ കോട്ടൺ കൃഷി തന്നെയാണ്. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ NH-15 സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തേ നമ്മുടെ യാത്ര ഗോവ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 6-7 ദിവസമായി നമ്മൾ ഗോവ സൈഡിലോട്ട് ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 7-9 ദിവസത്തോളമായി. മറ്റൊന്നും കൊണ്ടല്ല, മഴയായിരുന്നു. പിന്നെ കാറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഉച്ചയ്ക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേ നമ്മുടെ യാത്ര ഇങ്ങനെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള മനോഹരമായ കൃഷി സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ കോട്ടൻ്റെ കൃഷിയാണ്. ഇവിടെയൊക്കെ കോട്ടൻ്റെ കൃഷി ചെയ്യുന്നവർ മരുന്നടിക്കാനുള്ള പരിപാടിയിലാണ്. ഇത് കണ്ടോ, അവരൊക്കെ നമ്മളോടിപ്പോൾ സംസാരിച്ചിട്ട് പോയതാണ്. ഇത് ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവിടെ കോട്ടൻ്റെ കൃഷിയൊക്കെ നടക്കുകയാണ്. സൈക്കിൾ അങ്ങോട്ട് കൊണ്ടുചെല്ലാനാണ് പറയുന്നത്. പക്ഷേ സൈക്കിൾ നമുക്ക് കൊണ്ടുചെല്ലാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്ങാനും പോയി പഞ്ചറായി കഴിഞ്ഞാൽ ഇവിടെയെങ്ങും ഒരു സ്ഥലം പോലും ഇല്ല നന്നാക്കാൻ. അപ്പോഴത്തെ അവരവിടെ കോട്ടന് മരുന്നടിക്കുന്ന പരിപാടിയിലാണ്. ഇത് കണ്ടോ, അവരിപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടാണ് പോയത്. സ്കൂളിലോട്ട് പിള്ളേരൊക്കെ പോകുന്ന സമയമായി. ഇത് കണ്ടോ, സ്കൂൾ ബസ്സൊക്കെ പാഞ്ഞു പോവുകയാണ്. ഈ കാണുന്ന സെറ്റപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഈ സ്കൂളിൽ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിനെ കഴിഞ്ഞും കഷ്ടമാണ് പ്രൈവറ്റ് സ്കൂളുകൾ. ഇവിടുത്തെ ലോക്കൽ സ്കൂളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സമുദായക്കാർക്കും എല്ലാ പ്രസ്ഥാനക്കാർക്കും സ്കൂളുകളുണ്ട്. പക്ഷേ സ്കൂളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും കേട്ടോ. പിന്നെ ക്രിസ്ത്യൻ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ കുറച്ചേലും സ്റ്റാൻഡേർഡുള്ളത്. അത് നമ്മൾ പലയിടത്തും കണ്ടു. പല സമുദായത്തിലുള്ള ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പലരുടെയും സ്കൂളുകൾ നല്ല സ്കൂളുകളാണ്. പിന്നെ ഹൈടെക് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള പ്രവർത്തിക്കുന്നുള്ളൂ. അതൊക്കെ ഉള്ളിലാണ്. കുറേ ദൂരം ഉള്ളിൽ പോയാലേ ഉള്ളൂ സ്കൂളിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂ. അപ്പോൾ ശരി, ജാരെ. അപ്പോഴത്തേ അവരവിടുന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നിന്നാൽ ശരിയാവില്ല. നമ്മുടെ സൈക്കിൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈക്കിൾ കംപ്ലൈൻ്റ് ആയാൽ ഓക്കെ ആവും. ഓക്കെ ബായ്. നമ്മൾ കുറേ ദൂരം ഇങ്ങ് പോന്നു. അപ്പോൾ വന്ന വഴിയിൽ മനോഹരമായ കുറേ നെൽപ്പാടങ്ങൾ കണ്ടു. അപ്പോൾ ഒന്ന് സൈക്കിൾ നിർത്തിയതാണ്. ഇതാ കണ്ടോ, കൃഷിക്കാരൊക്കെ അവിടെ വളമിടുന്നതൊക്കെ ജോലികളിലാണ്. അപ്പോൾ വളരെ വലിയൊരു ഏരിയയിൽ നെൽകൃഷിയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഏരിയയിൽ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് വരുന്ന വഴിയിൽ ഈ കൃഷിഭൂമി കാണുന്നത്. പക്ഷേ ഈ സൈഡിൽ കോട്ടൺ കൃഷിയുണ്ട്, പരിപ്പിൻ്റെ കൃഷിയുണ്ട്. അങ്ങകലെ നമുക്കൊരു ഗ്രാമം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിലെല്ലാം മലനിരകളാണ്. ആ ഇടുക്കിലൂടെ വേണം നമുക്ക് നേരെ പോകാൻ. ഒരുപാട് ദൂരമുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ്. അവിടെ ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു ഈ ചെറിയ ഗ്രാമങ്ങളിലെ ആളുകളുമായിട്ട് പരിചയപ്പെട്ടു ഈ കൃഷിഭൂമികളൊക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇവിടെയെല്ലാം ഇഷ്ടംപോലെ വണ്ടികൾ വരുന്ന സ്ഥലമായതുകൊണ്ട് നമ്മളിവിടെ പായിട്ട് ചെയ്തുണ്ടോ, പാ വിരിച്ച് ഇവിടെ കിടന്നുറങ്ങി കുഞ്ഞിനെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റതാണ്. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങി നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിക്കുകയാണ്. കാരണം ഇന്നലെ ഏകദേശം 45-50 കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഇവിടെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കിടന്നത്. അപ്പോൾ ശരി, രാവിലെ തന്നെ യാത്ര തുടങ്ങുകയാണ്. യാത്ര രാവിലെ ഘാട്ട് കയറി പോവാണ്. ഘാട്ട് കയറിയല്ല, ചെറിയ മലയുടെ പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. റോഡൊക്കെ കുറച്ചൊക്കെ നല്ലതും കുറച്ചൊക്കെ മോശമാണ്. അതുകൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയ എന്ന് പേരേ ഉള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ കൃഷിസ്ഥലവും അതിൻ്റെ ഇടയിലെല്ലാം ദർഗകളാണ്. നാട്ടിലെ കുരിശുപള്ളി പോലെ റോഡെല്ലാം ചുമ്മാ ടാറ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒരു പരത്തും പരത്തി ഈ സ്റ്റൈലാണ്. അപ്പോഴത്തെ ആദ്യമായിട്ട് നമുക്ക് BPCLൻ്റെ ഒരു പമ്പിൽ ബാത്റൂം ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആദ്യമായിട്ടാണ്. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. അപ്പോഴത്തെ ഈ പമ്പ് ആഞ്ജനേയ പെട്രോളിയം പമ്പ്സ്. ഇവിടെ ബാത്റൂം ഇല്ല, ബാത്റൂം ഫെസിലിറ്റി ഇല്ലെന്ന് പറഞ്ഞു
ആഞ്ജനേയ പമ്പ്. BPCL ഭാരത് പെട്രോളിയം എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ പെട്രോൾ പമ്പിൽ ശൗചാലയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, നമ്മൾ ശൗചാലയം പോവാണ്. വഴിയിലിരുന്ന് സാധിക്കാൻ അറിയാൻ നിലഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കത് അറിയില്ല, അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഒരു അമ്പലമൊക്കെ തകർന്ന് കിടക്കുന്നതാണ്. താമസകരമാണ്. കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പമ്പ് കിട്ടുമായിരിക്കും. ഇത് ഭാരത് പെട്രോളിയം അല്ലേ, അപ്പം ഇന്ത്യൻ ഓയിലിന് കിട്ടുമായിരിക്കും. അപ്പോഴത്തേ നമ്മൾ നാഗരാളൂരിൻ്റെ റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ കൃഷിഭൂമികളാണ്. ഇത് കണ്ടോ, ഇവിടെ കോട്ടൻ്റെ കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, പിന്നെ പുല്ല്, പശുക്കൾക്കുള്ള പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകും. ഇത് കണ്ടോ, നോക്കത്താ ദൂരത്തോളം നല്ല വിശാലമായ കൃഷിഭൂമിയാണ്. അപ്പോൾ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടിയതാണ്. അവർക്ക് നാം ക്യാ ജി? അർജുൻ. ശ്രീശൈലം. അടിപൊളി ആളെ കണ്ടോ. ഇത് കണ്ടോ, ഒരു അസിൽ പോരുകോഴിയാണ്. അസിൽ നമ്മൾ അസിൽ എന്ന് പറയുന്ന സാധനം. പെരു ക്രോസാ. അപ്പോൾ ഇവിടുത്തെ പോരുകോഴിയാണ് ഇത് കേട്ടോ. കാരണം ഇവർ പോര് കഴിഞ്ഞ് വരുന്നതാണ്. ഇത് കണ്ടോ, പോര് ഇതിൻ്റെ ചിറവ് കുത്തി കുളവാക്കി വെച്ചിരിക്കുകയാണ്. ടോപ്പ് ഇതുണ്ടോ, ആളെ കണ്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. നേരത്തെ എനിക്ക് पहला मेरा पास था। हाँ, उधर केरला में 4-5 था। तुम्हारे पास प्राइस कम होता है क्या? क्या मुर्गी को? नहीं, ये हम ये पालन करता है। नहीं, ये 1000-2000 में मिलता है। क्यों उधर ऐसा ये काटता नहीं है ना, इसलिए ശ്രീശൈലിൻ്റെ കോഴിയാണ് കേട്ടെ. അപ്പം നമ്മളെയും കൊത്തും കേട്ടോ. എന്നാടാ, സുന്ദരനാണ് കേട്ടോ, സുന്ദരനാണ്. അപ്പം നമുക്ക് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് मेरे पास थोड़ा पेट्स था. हाँ, ये चिड़िया था, ये मुर्गी बहुत था, ये काला मसी केरला का. ये गोट गेट नहीं है केरल से है, वो दूसरा वाला है. हाँ, दूसरा वाला है, वो मलबारी बोलता है. वो दूध के लिए वो दूसरा नाम है ना, गुडपेर. हाँ, ये मलबारी ज़्यादा है केरला में. वो दूध के लिए हम पालन कर रहे हैं. ओके जी, शुक्रिया. ओके, मैं जा रहा है. हाँ, ओके. വരുന്ന വഴിയിൽ രണ്ടുമൂന്ന് സുഹൃത്തുക്കളെ കണ്ട്. അന്ന് നന്നായിട്ട് തമിഴ് അറിയാം കേട്ടോ. കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. പേരെന്നാ? ശരവണ. നിങ്ങളുടെ പേര്? എല്ലാ ലിങ്ക്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലാണ്, നമ്മൾ ഗോവയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. അപ്പോൾ അണ്ണൻ എന്നെ വില വാക്കത് இந்த மெக்கானிக்கா? அது சரி. முன்னாடி வண்டி ஓட்டிட்டு இருந்தா? இல்ல, நம்ம சும்மா ரவுண்ட் அது சரி. என்ன மாதிரி தான் റൗണ്ട് അടിച്ചിട്ടിരുന്ന ആള്. അപ്പോൾ കേരളത്തിൽ തമിഴ്നാട് എല്ലാം കറങ്ങിയിട്ടുള്ള ആളായതിനാൽ ജാസ്തി അറിയാവുന്നത് തമിഴ് താൻ. ആനാ കൊഞ്ചം മലയാളവും തെരിയും. അപ്പോൾ അണ്ണൻ്റെ ഊരിൽ നിന്നൊരു 30 കിലോമീറ്റർ ഷാപ്പൂർ എന്നുള്ള സ്ഥലത്താണ് അണ്ണൻ്റെ ഊര്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടി നമുക്ക് പോകാനുണ്ട്. നമ്മളൊരു 22 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പോവുകയാണ്. അണ്ണൻ്റെ ഊരിലോട്ട് പോകുന്നില്ല. പക്ഷേ അണ്ണനെ കാണാൻ സാധിച്ചതിൽ കുറച്ച് നാളായിട്ട് നമുക്ക് ഒരു തമിഴാണല്ലോ അല്ലെങ്കിൽ മലയാളം പറയുന്ന ഒരാളെ കിട്ടിയത് ഇപ്പോഴാണ്. അതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയമായി. ഇന്ന് രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇടയ്ക്കൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ നീങ്ങുമായിരുന്നു. അപ്പോഴത്തെ നല്ലൊരു വയൽ പ്രദേശമാണ്, വയലാണ്. അതിൻ്റെ നടുവിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഇതുണ്ടോ, അടിപൊളി റെസ്റ്റോറൻറ്റ്. മുഴുവൻ ഓലയൊക്കെ മേഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ധാബ പോലത്തെ ഒരു സെറ്റപ്പാണ്. കുഞ്ഞി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നല്ല അടിപൊളി ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴുണ്ടല്ലോ എന്നാ സ്റ്റൈലാണെന്ന് നോക്കി. ഇതുണ്ടോ, അടിപൊളി. നിറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് കയറി വരുമ്പോഴേ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. സ്റ്റൈലായിട്ടുള്ളൊരു ഊഞ്ഞാൽ. ഇത് ആൾക്കാരൊക്കെ വന്നിരുന്ന് ഊഞ്ഞാലാടുന്ന കേട്ടോ. നമ്മളാടാനൊന്നും നിൽക്കുന്നില്ല. ഇത് മൊത്തം ഇത് കിളി കൂട് വെച്ചിരിക്കുന്ന കേട്ടോ, അല്ലാതെ അവർ പുല്ല് കയറ്റി വെച്ചിരിക്കുന്നതല്ല. കിളികൾ വന്ന് കൂട് വെക്കുന്നതാണ്.
ഒരടിപൊളി ഊഞ്ഞാൽ, അതും മുള കൊണ്ടാണ്, ഫുള്ള് മുളയാണ്. ഇവിടെയുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ളൊരു സൗകര്യം. ഇതുണ്ടോ, വാഷ് ചെയ്യാനുള്ളതൊക്കെ അവിടെയായിരുന്നു, ഇപ്പോൾ അത് പുറത്തോട്ടാക്കി. ഒരു ഓലപ്പര, നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഒരു ഷാപ്പിൻ്റെ സെറ്റപ്പ്. ഇതുണ്ട്, ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ 2 അസീലൊക്കെ നിൽപ്പുണ്ട്. പോരുകോഴിയാണ്, ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ് ഇവിടുത്തെ. ഇതുണ്ട്, ഇവരെ ഇവിടെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. നിൽക്കുന്നു ഒരു പെണ്ണും ഒരാണും. മൊത്തം മുള കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതെൻ്റെ സീലിങ്ങൊക്കെ മൊത്തം ഓല കെട്ടി അടിപൊളിയാക്കിയിരിക്കുകയാണ്. ഇതൊരു സെക്ഷൻ. അത് കഴിഞ്ഞത് ഇവിടെ ഒരാൾക്ക് ഒരു 2-3 പേർക്ക് ഇരിക്കാനുള്ള സെക്ഷൻ. പിന്നെ ഇത് അവരുടെ കൗണ്ടറാണ്. കൗണ്ടർ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, ചെറിയ ഹട്ടുകൾ, 4 പേർക്ക് ഇരിക്കാവുന്ന ഹട്ടുകളാണ്. ഒരു ചെറിയ ഏരിയ, ഒരു 10 സെൻറ്റ് 15 സെൻറ്റിൻ്റെ അകത്തെ ഉള്ള ഏരിയ. പിന്നെ അതിൻ്റെ ബാക്കിൽ കിച്ചൺ. ഇതുണ്ടോ, സൂപ്പറാണ് കാണാൻ. എവിടെയെല്ലാം ഹട്ട് വെക്കാവോ അവിടെയെല്ലാം ഹട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള സംഭവം. കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തില്ലല്ലേ, മോശമല്ല. നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. മൊത്തം മുള കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതൊന്ന് പോളിഷ് ചെയ്താൽ അടിപൊളിയാണ്, പക്ഷേ ഇവർ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതുണ്ടോ, 1 2 3 4 5 6 7 8 ഹട്ട്. ഒരു ചെറിയ ഏരിയയിൽ ഒരു ഫാമിലിക്ക് ഒരു ഹട്ടിൽ കയറിയിരിക്കാം എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സെറ്റ് അടിപൊളി. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കിച്ചൺ. അവിടെയാണ് കിച്ചൺ. കിച്ചണ് നമ്മുടെ ഇതിനോട് ചേർന്നാണ് കേട്ടോ, വയലിനോട് ചേർന്നാണ്. ഇതിൻ്റെ പുറകിൽ വയൽ കാണാം, അടിപൊളി വയലാണ്. ഇതുണ്ടോ, കൃഷിസ്ഥലങ്ങളാണ് മൊത്തം. ഇതിൻ്റെ ബാക്കിൽ അടിപൊളി വയൽ, സൂപ്പറല്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പതിയെ യാത്ര ചെയ്യാമെന്നാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ബിരിയാണിയേ ഉള്ളൂ, അപ്പോൾ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, കഴിച്ചിട്ട് നീങ്ങാം. ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് കാണിച്ചേക്കാം. ഇവരാണ് ഇവിടുത്തെ ആൾക്കാർ. ഇതിൻ്റെ ഓണേഴ്സാണ്, ഓണർമാർ. അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശരി.